റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ RCA പുറത്തിറക്കിയ ഏറ്റവും പുതിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ടുള്ള വിവരങ്ങളാണ് ക്ലിനിക്കൽ സൈക്കോളജി എന്ന മാനസികാരോഗ്യ രംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യാം. ആധുനിക കാലഘട്ടത്തിൽ വർദ്ധിച്ചു വരുന്ന മാനസിക സമ്മർദ്ദങ്ങളും ജീവിതശൈലി പ്രശ്നങ്ങളും കണക്കിലെടുത്ത് മാനസിക ആരോഗ്യ മേഖലയിലെ മികച്ച സേവനം ഉറപ്പാക്കുന്നതിനായിട്ട് സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസ് പുതുതായിട്ട് BSc ക്ലിനിക്കൽ സൈക്കോളജി കോഴ്സ് ആരംഭിച്ചിരിക്കുന്നത്. എന്താണ് ഈ BSc ക്ലിനിക്കൽ സൈക്കോളജി? മനസ്സിനെയും അല്ലെങ്കിൽ പെരുമാറ്റത്തെയും ശാസ്ത്രീയമായി പഠിക്കുന്ന ഒരു വിഭാഗമാണിത്. പ്രധാനമായിട്ടും OCD അല്ലെങ്കിൽ ഓട്ടിസം, ഷിസോഫ്രീനിയ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരെ സഹായിക്കാനായിട്ട് ഈ പഠനം സഹായിക്കുന്നുണ്ട്. അപ്പോൾ BA സൈക്കോളജിയേക്കാൾ സയൻസ് വിഷയങ്ങൾക്കാണ് ഇതിൽ കൂടുതലും മുൻഗണന ലഭിക്കുന്നത്. ഇതിനുള്ള എലിജിബിലിറ്റിയും കോഴ്സിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. +2 സയൻസ് സ്ട്രീമിൽ നിങ്ങൾ ബയോളജി ഒരു വിഷയമായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കണം. മാർക്ക് നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 50 to 60% ഓഫ് മാർക്ക് നിങ്ങൾക്ക് +2 ഉണ്ടായിരിക്കണം. ഏജ് ലിമിറ്റേഷൻസ് ഇല്ല. 4 വർഷത്തെ ഒരു റെഗുലർ പ്രോഗ്രാമാണിത്. ഇതിൽ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്ക് പഠനം നിർത്താനോ അല്ലെങ്കിൽ വീണ്ടും അതിനകത്തേക്ക് ഒരു എൻട്രി ചെയ്യാനോ നിങ്ങൾക്ക് സാധിക്കില്ല. ഇത് പൂർണ്ണമായിട്ടും ഒരു ഓഫ്ലൈൻ ലാബ് അധിഷ്ഠിത കോഴ്സാണ്. അപ്പോൾ ഓൺലൈൻ വഴിയോ അല്ലെങ്കിൽ ദൂര വിദ്യാഭ്യാസം വഴിയോ ഇത് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല. ഈ ഒരു കോഴ്സ് വിജയകരമായിട്ട് നിങ്ങൾ പൂർത്തിയാക്കിയാൽ RCAയുടെ അംഗീകാരമുള്ള ഒരു ക്ലിനിക്കൽ അസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള ലൈസൻസ് ലഭിക്കും. എന്നാൽ സ്വന്തമായിട്ടൊരു ക്ലിനിക്കൽ തുടങ്ങാനോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസിങ് ചെയ്യാനോ MPhil അല്ലെങ്കിൽ PhD ബിരുദം കൂടിയതിൽ ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കേണ്ടത്? അതായത് ഒരു മാനസിക സമ്മർദ്ദം മാറിയ സാഹചര്യങ്ങളിൽ മനുഷ്യർ അനുഭവിക്കുന്ന കഠിനമായ മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വിദഗ്ധരായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളുടെ സേവനം അത്യാവശ്യം തന്നെയാണ്. ഇതിനുള്ള കരിയർ ഓപ്പർച്യൂണിറ്റീസ് പറയുകയാണെങ്കിൽ ആശുപത്രികൾ അല്ലെങ്കിൽ പുനരധിവാസ കേന്ദ്രങ്ങൾ, കൗൺസിലിംഗ് സെന്ററുകൾ എന്നിവിടങ്ങളെല്ലാം ലൈസൻസ് ഉള്ള ക്ലിനിക്കൽ സൈക്കോളജികൾക്ക് വലിയ ഡിമാൻഡുണ്ട്. സാമൂഹികമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന്റെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ നിർണായകമായിട്ട് ഒരു പങ്ക് വഹിക്കാൻ ഈ പഠനം നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അക്കാദമിക് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇന്ത്യയിൽ ഉടനീളം ഏകദേശം ഒരു 35 കോളേജുകൾ ഈ കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും ശരാശരി ഒരു 20 സീറ്റുകൾ വീതമാണ് RCA അനുവദിച്ചിട്ടുള്ളത്. പ്രധാന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്ക് നോക്കാം. MIT യൂണിവേഴ്സിറ്റി, നോയിഡ, അതുപോലെ ഗുഡാവ്, ജയ്പൂർ തുടങ്ങിയ എല്ലാ ക്യാമ്പസുകളും നമുക്ക് ഈ ഒരു കോഴ്സ് ഉണ്ട്. അതുപോലെ STGT യൂണിവേഴ്സിറ്റി ഗുഡാവിലെ, അതുപോലെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ജയ്പൂർ, അതുപോലെ നിംസ് ജയ്പൂർ, അതുപോലെ മനവരചന യൂണിവേഴ്സിറ്റി ഹരീദാബാദ്, അതുപോലെ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ചെന്നൈ, ജാമിയ അദ്ഹർ ന്യൂഡൽഹി, ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്. രാജസ്ഥാനിലെ ജയ്പൂർ ആണ് ഈ കോഴ്സിന്റെ ഏറ്റവും കൂടുതൽ മികച്ച കോളേജുകളുള്ള ഒരു നഗരം. ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസുകൾ നമുക്ക് നോക്കാം. ചൈൽഡ് സൈക്കോളജിസ്റ്റുകളായിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ മെന്റൽ ഹെൽത്ത് കൗൺസിലേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യാം. റീഹാബിലിറ്റേഷൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ ഒരു ബിഹേവിയറൽ ട്രെയിനർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കോർപ്പറേറ്റ് HR കാറ്റഗറീസിൽ നിങ്ങൾക്ക് MBA എടുത്തതിന് ശേഷം നിങ്ങൾക്ക് നല്ലൊരു സാലറി പേയിങ്ങോട് കൂടി തന്നെ വർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ MSc, MPhil എന്നിവ പൂർത്തിയാക്കുന്നവർക്ക് അറൗണ്ട് ഒരു 8 ലാഖിനൊക്കെ എബോവ് സാലറിയോട് കൂടി തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ആണിത്. നിങ്ങളുടെ റോളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിറ്റിയിലെ ഒരു മാനസിക ആരോഗ്യ അവബോധം വളർത്തുക, അതുപോലെ ഒരു പ്രാഥമിക സ്ക്രീനിങ്, ഇന്റർവ്യൂ എന്നിവയെല്ലാം നടത്തി പ്രതിസന്ധി ഘട്ടങ്ങളിൽ സൈക്കോളജിക്കൽ പ്രഥമ ശുശ്രൂഷകൾ നൽകുക, ബുദ്ധിപരമായിട്ടുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് IQ അസസ്മെന്റുകൾ നടത്തുക. ഇതെല്ലാമാണ് നിങ്ങളുടെ ഒരു ജോബ് റോളുകൾ വരുന്നത്. ഇതിന്റെ ഉപരിപഠന സാധ്യത നോക്കുവാണെങ്കിൽ BScക്ക് ശേഷം നിങ്ങൾക്ക് താഴെ പറയുന്ന കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പഠിക്കാം. ഒരു MSc ക്ലിനിക്കൽ സൈക്കോളജിയിൽ നിങ്ങൾക്ക് ഉപരിപഠനം നടത്താം. അതുപോലെ MA കൗൺസിലിംഗ് സൈക്കോളജി, അതുപോലെ MBA ഇൻ HR, PG ഡിപ്ലോമ ഫോറൻസിക്കൽ അല്ലെങ്കിൽ സ്പോർട്സ് സൈക്കോളജി, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്, ഇവിടെ എല്ലാം നിങ്ങൾക്ക് ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നീറ്റ് പരീക്ഷയ്ക്ക് ശേഷം ആരോഗ്യ മേഖലയിൽ ഒരു ബദൽ കരിയർ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച കോഴ്സാണ് BSc ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസൈറ്റ് രജിസ്റ്റേർഡ് മെന്റേഴ്സുമായിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ഇൻസൈറ്റ് രജിസ്റ്റർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്.